ഈ കാണുന്നത് സോയാബീനിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു ഫുഡ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് നോൺ വെജ് കഴിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് ഗ്രിൽഡ് ചിക്കൻ അല്ലെങ്കിൽ ചിക്കൻ ടിക്ക എല്ലാം. എന്നാൽ ഇതുപോലെ തന്നെ ഗ്രിൽഡ് ചെയ്തെടുക്കുന്ന ഫുഡുകൾ വെജിറ്റേറിയൻ കഴിക്കുന്ന ആളുകൾക്കും കഴിക്കാൻ ആഗ്രഹമുണ്ടാവില്ലേ? ഇതിന് പരിഹാരമായിട്ടാണ് സോയയിൽ നിന്ന് ഉണ്ടാക്കുന്ന സോയ ചാപ്പിൻ്റെ വരവ്. അതീവ രുചികരമായ സോയ ചാപ്പുകൾ ഇതുപോലെ ഗ്രിൽഡ് ചെയ്തെടുത്ത് നമുക്ക് വളരെ രുചികരമായി ടിക്ക കഴിക്കുന്നത് പോലെ തന്നെ കഴിക്കാവുന്നതാണ്. എന്താണ് സോയ ചാപ്പ്? ഇത് എങ്ങനെയാണ് നിർമ്മിച്ചെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോയാബീനിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് സോയ ചാപ്പ്. ഏറ്റവും ഗുണമേന്മയുള്ള സോയാബീനുകൾ ഇതുപോലെ വലിയ മെഷീനുകളിലേക്ക് ഇട്ടുകൊടുത്ത ശേഷം ഇതുപോലെ കൃത്യമായി സോയാബീനുകളെ വേർതിരിച്ച് എടുക്കുന്നു. പിന്നീട് ഈ സോയാബീൻ വലിയ മെഷീനുകളിലേക്ക് ഇട്ട് നന്നായി പൊടിച്ചെടുക്കുന്നു. മെഷീനുകളിൽ നിന്നും ഇതുപോലെ കിട്ടുന്ന പൊടി അരിപ്പകൾ ഉപയോഗിച്ച് നന്നായി അരിച്ചെടുക്കുന്നു. അരിച്ചെടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ മൈദ പോലെ ഏറ്റവും നൈസായ പൊടി മാത്രമാണ് ഇതിൻ്റെ ഉപയോഗത്തിനായി തിരഞ്ഞെടുക്കുന്നത്. അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്ന പൊടി മൈദ മാവുമായി ചേർന്ന് മെഷീൻ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നു. സോയാബീൻ്റെ പൊടികളും മൈദമാവും നന്നായി മിക്സ് ചെയ്ത ശേഷം ഈ പൊടിയെ നമുക്ക് പൊറോട്ടയ്ക്ക് കുഴയ്ക്കുന്നത് പോലെ വെള്ളവുമായി ചേർത്ത് നന്നായി കുഴച്ചെടുക്കുന്നു. ഇത് എല്ലാം ചെയ്യുന്നത് ഏറ്റവും നൂതനമായ മെഷീനറികൾ ഉപയോഗിച്ചാണ്. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന പ്രൊഡക്റ്റ് ഏകദേശം നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന അതേ മാവിനോട് സാമ്യമുള്ളതായിരിക്കും. നന്നായി മിക്സ് ചെയ്ത് കിട്ടുന്ന ഈ പ്രൊഡക്റ്റിനെ ഇതുപോലെ തൊഴിലാളികൾ നിരയായി നിന്നുകൊണ്ട് കുറേശ്ശെ എടുത്തുകൊണ്ട് ഒരു സ്റ്റിക്കിൽ നന്നായി ചുറ്റിയെടുക്കുന്നു. അനേകം തൊഴിലാളികളാണ് ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. ഓരോ സ്റ്റിക്കിലും വളരെ കൃത്യതയോടെ തുല്യ അളവിൽ തന്നെയാണ് ഇതുപോലെ ചുറ്റിയെടുക്കുന്നത്. തൊഴിലാളികൾ ഓരോരുത്തരായി സ്റ്റിക്കിൽ ചുറ്റിയെടുക്കുന്ന സോയ ചാപ്പുകൾ ഇതുപോലുള്ള ഒരു ബേസണിലേക്ക് മാറ്റുന്നു. പിന്നീട് മെഷീന്റെ സഹായത്തോടെ നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇവ കുറേശ്ശെയായി ഇട്ടുകൊടുക്കുന്നു. മെഷീൻ നിറഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെ നന്നായി മൂടിവെക്കുന്നു. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് നന്നായി തിളച്ച ശേഷം ഇവ വെള്ളത്തിൽ നിന്നും കോരി ഇതുപോലെ ട്രേകളിലേക്ക് ഇട്ടുകൊടുക്കുന്നു. ഇത് ഒരു കൺവെയർ ബെൽറ്റിന്റെ സഹായത്തോടെ ഉണക്കിയെടുക്കുന്നു. ഇങ്ങനെ നന്നായി ഉണക്കിയെടുക്കുന്ന സോയ ചാപ്സുകളാണ് നമ്മൾ നേരത്തെ കണ്ട ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് നിങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന സോയ ചങ്ക്സും സോയ ചാപ്സും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളതെന്ന് നമുക്ക് തോന്നും. എന്നാൽ സോയ ചാപ്സിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് മൈദയുമായി ചേർന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ചുറ്റിയെടുക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേകമായ ലെയർ സംവിധാനമായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണങ്ങി വരുന്ന സോയ ചാപ്സുകൾ തൊഴിലാളികൾ പാക്ക് ചെയ്ത് എടുക്കുന്നു.
നിങ്ങൾ ഇതിനു മുമ്പ് സോയ ചാപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടോ? കഴിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്തു തന്നെ ആയാലും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വെജിറ്റേറിയൻ സോയ ചാപ്സ് ഉപയോഗിച്ച് ചിക്കൻ ടിക്ക പോലത്തെ ഫുഡുകൾ മാത്രമല്ല, ഫിഷ് കറി പോലത്തുള്ള ഫുഡുകളും നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സോയ ചങ്ക്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും.